കോഴിക്കോട് കല്ലാച്ചി വരിക്കോളിയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവ് നായ്ക്കൾ പാഞ്ഞെടുത്തു. സ്കൂൾ ബാഗ് വലിച്ചെറിഞ്ഞോടിയ കുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെയാണ് നായ്ക്കൾ പാഞ്ഞെടുത്തത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോവാം. രാഹുൽ കെ വി ചേർന്ന വിവരങ്ങളുമായി. രാഹുൽ, വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണത്. ആ കുട്ടി രക്ഷപ്പെടുന്നു തലനാരിഴയ്ക്ക്, എങ്കിൽ പോലും ആ ദൃശ്യങ്ങളിലുണ്ട്. ബാഗ് ശ്രദ്ധിച്ചതിന് ശേഷം വീണ്ടും ഈ നായ്ക്കൾ ആ കുട്ടിയുടെ പിന്നാലെ പാഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെയാണ് രക്ഷപ്പെടാനായത്? മോത്തി, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഒപ്പം പേടിച്ചരണ്ടുപോയ ഈ കുട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഹന നന്ദ. പേടിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് ഓടിപ്പോയത്. അതിനുശേഷം അവിടെ നിന്ന് സഹോദരനെ അടക്കം കൂട്ടി പിന്നീട് തിരിച്ചു വന്ന ബാഗ് കൊണ്ടുപോവുകയും ചെയ്തു. 3 നായ്ക്കളാണ് കുട്ടിക്ക് പിന്നാലെ വിധത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചത്. ആ സമയത്താണ് കുട്ടി ബാഗ് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടിപ്പോകുന്നത്. ആ സമയത്ത് 2 നായ്ക്കൾ പിന്നാലെ തന്നെ കുറേ ദൂരം പോവുകയും അതിനുശേഷം തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഒരു നായ കുട്ടിയുടെ ബാഗ് കടിച്ച് തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് പോവുകയാണ്. കുറേ സമയം അങ്ങനെ തന്നെ 3 നായ്ക്കൾ ആ ബാഗിന് സമീപത്തായി തുടർന്നു എന്നുള്ളത് കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് കുട്ടി രാവിലെ 7:30 ട്യൂഷൻ ക്ലാസ്സിന് പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ മേഖലയെ സംബന്ധിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ പല തവണകളിലായി പറഞ്ഞ വാക്കുകളാണ്. തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുന്ന മേഖലയാണ്. ഈ സമീപ ദിവസങ്ങളിൽ തന്നെ വേറെ വിദ്യാർത്ഥികൾക്ക് നേരെയും പിന്നാലെയുമൊക്കെ നായ്ക്കൾ പാഞ്ഞെടുത്ത് തലനാരിഴയ്ക്ക് തന്നെ കടിയേൽക്കാതെ രക്ഷപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായി എന്നത് തന്നെയാണ്. മേഖലയിൽ പറ്റുന്ന വിധത്തിലാണെങ്കിൽ പലതവണ ആവശ്യപ്പെട്ടതാണ്, പക്ഷേ പരിഹാര മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വന്ധ്യംകരണമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കേന്ദ്ര നിയമങ്ങൾ വിഘാതമായി നിൽക്കുന്നതാണ് ഇവിടെ ഇതൊക്കെ നടപ്പാക്കാൻ ബുദ്ധിമുട്ട് എന്നാണ് പലപ്പോഴും മന്ത്രിമാരടക്കമുള്ളവർ പറയുന്നത്. ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ഇതൊക്കെ ഒന്ന് മറികടക്കാൻ നമുക്കൊക്കെ കഴിയുന്നില്ലേ എന്നതാണ് സംശയം. രാഹുൽ കെ വിയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.